Sir, may I? സുമി വരൂ 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 വരൂ. ജോയിൻ ചെയ്യാൻ റെഡിയല്ലേ? Yes, sir. സാർ പീതാംബര, ഇത് സുമി, നമ്മുടെ പുതിയ ക്ലർക്കാണ്. നമ്മുടെ സ്റ്റാഫിനെ എല്ലാം പോയി ഒന്ന് പരിചയപ്പെടുത്തു. മേഡം നടന്നു, ഞാനങ്ങ് വരാം. സാറേ, ഇതാണ് പറഞ്ഞ ആള്. സാറെന്ത് പൊട്ടാ സാറേ? സാറ് വേണ്ട ഓരോരുത്തരെ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ. എന്നാലും ഒരു ഏത് പീതാംബര, എങ്ങനെയുണ്ട് ലുക്കല്ലേ? കിടു. എന്ത് കിടു? സുമി കം. ഇത് ശോഭന, ഇത് സുമി, നമ്മുടെ പുതിയ ക്ലർക്കാണ്. ശോഭന, സാറൊന്നും നല്ല സുന്ദരനായിട്ടില്ലേ? അതാണ് സാറേ. മതി, യവനോട് കൂടുതൽ ഇടപെടണ്ട. യവൻ മഹാവൃത്തിയിട്ടവൻ. സാറൊരു ഈഗോ ഇല്ലാത്ത ആളാണ് കേട്ടോ. ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ്. ഹലോ സുമി. ചാക്കോ നമ്മുടെ ഈ സ്വർണ്ണപ്പണയത്തിന്റെ ഒക്കെ ഒരു സ്വർണം മാത്രമല്ല, പണം എല്ലാം കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹം. നീ പറയുന്നതിന് ഇടയ്ക്ക് പറയണ്ട. ആവശ്യമില്ലാതെ ഷൈനി ചേർത്ത് കേട്ടോ. സാറേ, ഷൈനി. ഷൈനി നിന്റെ ഷൈനി. ഇത് സുമി, നമ്മുടെ പുതിയ ക്ലർക്കാണ്. യെസ്, വരൂ. ഇത് ലോൺ ഓഫീസർ തനു. നമസ്കാരം. ഇത് കാഷ്യർ മൃദു. ഹായ്. ഒന്ന് മാറും. ഇത് രേവതി, അസിസ്റ്റന്റ് മാനേജറാണ്. ഹായ്. സാറേ, മുത്തുമണിവാടം കാണാൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഓക്കെ. ഏത് മുത്തുമണി? സാറിങ് വാ. പറയാൻ പോലതുപോലെ. ഫേസ്ബുക്കിലുണ്ടോ? ഇല്ല. ഷേ, ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലില്ലാതെ ഹൗ ഡു യു സർവൈവ് യാ? ഒരു ഫോട്ടോ എടുത്താലോ? നോക്കണേ. ശരിക്കും? യെസ്, താങ്ക് യു. പേരെന്താന്നാ പറഞ്ഞേ? സുമി. സുമി. ചില്ലിങ് അറ്റ് വർക്ക് വിത്ത് സുമി. കൊള്ളാം. മോനെ, നീ പോയ കാര്യം എന്താടാ? ആളെങ്ങനെ ഉണ്ട്? മോനെ, അവളെ ഫോട്ടോയെ കാണാനൊക്കെ ഭംഗി നേരിട്ട് കാണാനാ. എന്നിട്ട് എന്തായിരുന്നു പരിപാടി? എന്നിട്ടെന്താ, ഞാൻ അവളെ കൊണ്ട് ബൈക്കിലാണ്ട് കറങ്ങി, എന്നിട്ട് പോപ്കോണൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട്, പിന്നെ അങ്ങനെ 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 അങ്ങനെ. മോനെ, ബാക്കി പറ. ബാക്കി കുന്തും അല്ല പിന്നെ എന്താടാ പറയടാ. പിന്നെ ഈ ചാറ്റ് ചെയ്യുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അതൊന്നൊരു സുഖല്ലട്ടാ. ശരിക്കുള്ള സുഖം അറിയണമെങ്കിൽ നേരിട്ട് കാണണം. ബാക്കി പറ. ബാക്കി ഞാൻ ഒരു കാര്യം ചെയ്യാം. അടുത്തവണ ഞാൻ പോകുമ്പോഴേ നിന്നോടും കൊണ്ടുപോടാ. എന്നിട്ട് നീ ഞങ്ങളുടെ ഇടയിൽ ഇരുന്നു. അപ്പൊ ബാക്കി അതിനും കിട്ടും. നീ സംശയിക്കും. എടാ നീ വേണ്ട, ഞാൻ പോണു. എന്നൊന്ന് കൊണ്ടുവിട്ടേ. അക്ഷയ ഒന്ന് വന്നേടാ. ഞാൻ പോട്ടെ. എടാ നീ കാര്യം പറഞ്ഞേ. എനിക്ക് അവളെ കാണണം. ആരെ? എന്റെ ദേവുനെ. നിന്റെ അഭിപ്രായം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ? എടാ നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. അവളെ വീട് എവിടെയാ? എടാ ഇവിടെ പെരുമ്പോ അവരെടുത്താടാ. അവള് ഓൺലൈൻ ഉണ്ട്. ഞാൻ ചോദിക്കാൻ പോണു. മുത്തേ, ഇങ്ങനെ എത്ര നാള് ചാറ്റിൽ തന്നെ മിണ്ടണം. എന്തുപറ്റേ? അല്ല, നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ? ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എനിക്കും എന്റെ മുത്തിനെ കാണണം. എടാ ഒക്കെ എന്നെ കാണണോന്ന്. എടാ സൂനിലെ പൊളിച്ച്. നാളെ രാവിലെ തന്നെ മീറ്റ് ചെയ്താലോ? അയ്യോ മുത്തേ, പകലിത്തിരി ബുദ്ധിമുട്ടാണ്. അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റാ. നാളെ വൈകുന്നേരം ആയാലോ? 5 മണിക്ക് സമത് ഹോട്ടൽ. ഓക്കെ മുത്തേ, നാളെ വൈകുന്നേരം ഫ്രീ ആണോ? എന്തേ, എൻ്റെ കൂടെ ഒന്ന് വരൂ. എടാ ഞാനേ ഫസ്റ്റ് ടൈം ആയണ്ടേ ഒരു വരൂ. നോക്കാം. അവനെന്താ പറഞ്ഞ്? ഫോട്ടോയിൽ കാണുന്നല്ല, നേരിട്ട് കാണുമ്പോ നമുക്കും പറ്റൂടാ. സോറി, നിനക്കില്ലല്ലേ? നിനക്കും വരൂ കേട്ടോ, ടെൻഷൻ ആവണ്ട. ഓ, എടാ എന്താടാ ഇവിടെ വരാൻ പറഞ്ഞേ? ഇവിടുത്തെ ഫുഡ് നല്ലടാ. എന്നാ ഞാൻ വരട്ടെ. നല്ല വെയിലുണ്ടല്ലേ? നീ കുറച്ച് വിറ്റാൻ വേണ്ടി കൂടുതൽ. ഞാൻ പോയിട്ട് വരാം. ലുക്കല്ലേ? ചെല്ല് ചെല്ല്. ഒളിക്ക്.
ഞാനെത്തി. ഞാനും. ഞാൻ കണ്ട് മെറൂൺ ഡ്രസ് അല്ലേ? അല്ലല്ലോ. അല്ലല്ലോ. ഫോണിലല്ലോ. ഇത് അല്ല. ഇത് അച്ഛൻ പാടിയ അങ്കിളെ ഞാനെന്ത് ചെയ്തവ അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട്സ് ചാറ്റിലുള്ള അല്ലേ, അത്രേ ഉള്ളൂ. മോന് ഫുഡ് പറയട്ടെ. ഈ മോന് 2 പൊറോട്ടയും ഇറച്ചിയും, എനിക്കൊരു കട്ടനാണ്. എന്താ മുത്ത്? എന്താ മോനെ? മുത്തേടാ പോലെ മുത്തേ, ഒന്ന് വാടാ. വെറുതെ കുറെ സമയം വേസ്റ്റായി. പൊറോട്ട വേണ്ട, ആ കട്ടനെയും കൊണ്ടോ. പൊറോട്ട വെച്ച് തരാടാ. നല്ല പൊറോട്ടയും ബീഫും നിന്റെ ചേട്ടൻ വാങ്ങിച്ചോണ്ടോന്നതാ. കഴിക്ക്. കഴിച്ചിട്ട് പോടെ. അച്ഛൻ്റെ കണ്ടാച്ചാ അവനെപ്പോ അവൻ എപ്പോഴാ അങ്ങനെ പെരുമാറാത്ത? നീ കഴിക്ക്. അച്ഛനൊരു പൊറോട്ട വേണോ? കണ്ട ഒന്ന് നോക്കിയെടുക്കാൻ ചേച്ചി. ഇത് വേഗം പാസ്സാക്കാൻ സാറ് പറഞ്ഞു. ഹായ് മാം, ഡു യു വർക്ക് ഹിയർ? അതെ. വേർ ഇസ് ദ വാഷ്റൂം? നേരെ പോയിട്ട് ലെഫ്റ്റ് പോകണം. ഓക്കെ, ക്യാൻ യു പ്ലീസ് ലുക്ക് ആഫ്റ്റർ മൈ മോനു ഫോർ 2 minutes? മോനു, പ്ലീസ് ബി വിത്ത് ദിസ് ആൻറ്റി ഫോർ 2 minutes, ഓക്കെ? മമ്മി ഇപ്പൊ വരാട്ടോ. ആന്റി പറ മമ്മി എങ്ങോട്ടാ പോയേ? ആന്റി അല്ല ചേച്ചി. ആന്റി പറ മമ്മി എങ്ങോട്ടാ പോയേ? പറ ആന്റി പറ. ആന്റി അല്ലെന്ന് പറഞ്ഞില്ലേ? ആന്റിയുടെ പിച്ചി. എന്താ മോനെ ഇതിനൊക്കെ അറിയുന്നേ? ആന്റിയുടെ പിച്ചി. ശരിക്കും പറ്റിയോ? ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തില്ലെന്നല്ലേ പറഞ്ഞേ? ആന്റിയുടെ പിച്ചി. ഇവിടെ പിച്ചി. മാഡത്തിന് ആന്റിന്ന് കൊച്ച ആന്റിന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ഒരു പിച്ചു വെച്ചു കൊടുത്തു. ഹലോ ഹലോ, എന്താ പറ്റി? എന്താ പറ്റി? എന്താണ് എന്താണ് എന്ത് പറ്റി? ആദ്യം കസ്റ്റമേഴ്സിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കണം. പഞ്ചാരനോട്ടൊന്നും AC റൂമിൽ ഇരുന്നിട്ട് കാര്യമില്ല. ചേച്ചി മാറ്. മാഡം എന്താ പ്രശ്നം? വാ 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 വാ. ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പറയാം. പ്ലീസ് മാഡം വാ. മാഡം പ്ലീസ് പ്ലീസ്. സുമി സോറി, ഞാൻ അറിയാതെ ചിരിച്ചു പോയതാ. എന്നെ കണ്ട അത്രയ്ക്ക് പ്രായം തോന്നോ? ഹേ, അത്രയൊന്നും തോന്നില്ല. പിന്നെന്തിനാ അവൻ എന്നെ എങ്ങനെ വിളിച്ചത്? അതൊക്കെ വീട് സുമി, അതൊക്കെ ഇത്ര വലിയ കാര്യം? അമല പോയെന്താ? രാഘവൻ സാറല്ലേ, ഒന്ന് നോക്കിക്കൂടെ? അയ്യേ, ആ കിഴവനെയോ? അതിനെന്താ സുമി, പുള്ളിക്കാരനെ നിന്നെ ഭയങ്കര ഇഷ്ടാ. പോരാത്തന്നെ ഇവിടുത്തെ മാനേജറും. ലൈഫ് സെറ്റിലായില്ലേ? ലൈഫ് സെറ്റിലായി. അയാൾക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്. അല്ലെങ്കിലും എനിക്ക് അമ്മാവന്മാരെ ഒന്നും വേണ്ട. എനിക്കുമില്ല എൻ്റെ ഇഷ്ടങ്ങളൊക്കെ. അതിനൊരു വഴിയുണ്ട്. ഇടന്നേ. അതേതാ വഴി? ഫേസ്ബുക്ക്.
ഫേസ്ബുക്കോ? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. സുമിയുടെ ഫുൾ നെയിം പറഞ്ഞേ. സുമി എസ്. sumi123@gmail.com. വയസ്സ്? അതൊക്കെ എന്തിനാ ഇതില്? ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ? 5th September 1983. 80s കിഡാ? Don't worry, let's make it 90s. Works at Kottayam Rural Bank. ഫോൺ എവിടെ? ഫോൺ ഓ വളരെ പിറ്റി. ഇപ്പോഴും നീ ഫോണാ ഉപയോഗിച്ചോണ്ടിരിക്കണേ? അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോൾ അവൻ്റെ പഴയ ഫോൺ തന്നതാ. അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മനസ്സിലായി. ലെറ്റ്സ് സെറ്റ് ദിസ് അപ്പ്. ഓൾ സെറ്റ്. എല്ലാം സെറ്റായി. സെറ്റോ? എന്ത്? സുമി, ഞാൻ നിന്നെ ഇപ്പോൾ വലിയൊരു പൂന്തോട്ടത്തിൽ ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു. ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും. അതിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. എന്ത് വണ്ട്? പൂവ് പാറിപ്പറന്ന് തേൻ കുടിക്കാൻ. എടാ നിനക്കൊല്ലം കിട്ടിയ ഒന്നും കിട്ടിയില്ലേ? കുറെ നേരം തുടങ്ങിട്ട്. മീൻ പിടുത്തോണ്ട് പുട്ടുണ്ടാക്കലല്ല, താമര കൊടുക്കും. മീനെന്താ വിശപ്പില്ല? കൊളുത്തു പോയത്. ഇവിടെ മീനുണ്ടെന്ന് എൻ്റെ അടുത്ത് ആര് പറഞ്ഞത്? മീനിലും നല്ല ഉറുമ്പുണ്ട്, ചൊറിഞ്ഞിട്ട് പാടില്ല. നമ്മൾ മീൻ കൊണ്ടിട്ട് പിടിക്കേണ്ടി വരൂ. എന്തു പറ്റി? എന്തെങ്കിലും മൂടോട്ടിരിക്കണേ? ഒരു മൂടില്ല. മൂടില്ലെന്നാ? പോടാ, ഞാൻ മറ്റേ കാര്യാലോചന കേൾക്കില്ലേ? എടാ നീ അതുമ്പോ തൂങ്ങിയിറക്കാണ്ട് അടുത്ത പരിപാടി പിടിക്കാൻ നോക്ക്. പറഞ്ഞില്ലെന്നാണ്ടാ വെറുതെ. എടുത്താ എനിക്ക് എങ്ങനെയാണ് ഇതൊക്കെ സെറ്റാണ്? എനിക്കൊന്നും റെഡി ആവണല്ലോ. എങ്ങനെ സെറ്റാണെന്ന്? അതൊക്കെ ഒരു കലയാണ് മോനെ. നമ്മൾ എന്ത് വന്നാലും വിട്ടുകൊടുക്കരുത്. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ മീൻ കൊത്തണ പോലെ എപ്പോഴെങ്കിലും ഒരെണ്ണം വന്ന് കുത്തും. ചിലത് എഴുതിപ്പോവും, പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും. അതുകൊണ്ട് മോൻ ആദ്യം പോയി ഒന്നുകൂടെ ഒരു ചൂണ്ടറിയാൻ നോക്ക്. ബാക്കി ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടാ. ഇല്ലെങ്കിൽ പോറ്റ പോലെ ആവും. എടാ കൊച്ചു കഴിവേറി കള്ളപ്പന്നി. പെട്ടെന്ന് വേണേ. ഒന്നും വിചാരിക്കല്ലേ. വാ വാ വാ, വേഗം ഇരിക്ക്. എടുത്തു. ഓക്കെ. ഹലോ. ഹലോ രേവു, ഇതൊക്കെ വെറും വേസ്റ്റാ. എന്ത് പറ്റി? നീ പറഞ്ഞ പോലെ വന്ന റിക്വസ്റ്റ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അതൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരും കള്ളക്കളവന്മാരും ഒക്കെയാ. സുമി, അങ്ങനെ പറഞ്ഞതെല്ലാം ഒന്നും നീ അക്സെപ്റ്റ് ചെയ്യണ്ട. നിനക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ശരി, നാളെ കാണാം. ഓക്കെ. മോർണിംഗ് സാർ. സുമി, എന്താ സാർ? ഞാനൊരു സാധനം വിട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സാധനം സാർ? ഫേസ്ബുക്കിൽ കയറിയല്ലേ? ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. വേണ്ടത് ചെയ്തേക്കണം ഓക്കെ കേട്ടോ. രേവു,
ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു ആക്സെപ്റ്റ് ചെയ്തപ്പോൾ മെസ്സേജ് വന്നു. നോക്കട്ടെ. വർക്കിംഗ് അറ്റ് ഇൻഫോ പാർക്ക്, ബിടെക് ഗ്രാജുവേറ്റ് ഫ്രം MG യൂണിവേഴ്സിറ്റി. കാണാൻ ചുള്ളനാണല്ലോ. നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ് മോളെ. ഹൗ ആർ യു? എനിക്ക് ലൈൻ സെറ്റായി. അതിന് യെസ്. പേര് സുമി, കോട്ടയത്താണ് വീട്, ബാങ്കിലാ ജോലി. കോട്ടയത്താ? കോട്ടയം സൂമി. എടാ അത് ആണാണോ പെണ്ണാണോ നോക്കട്ടെ, നിന്റെ കാര്യം എനിക്കൊരു ഡൗട്ട്. അത് പ്രൊഫൈൽ പിക്ചർ നോക്കി അറിഞ്ഞൂടെ ആളിയാ? പോയിന്റ്. അതിന് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് ആളെ പറ്റിയാണ് പാട്. അത് പോയിന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ ഒരു കാര്യം ചെയ്യും, അവളോടൊരു വോയിസ് അയക്കാൻ പറയും. അത് പോയിന്റ്. വോയിസാ? അത് ചോദിക്കാവുന്നതാണ് അല്ലേ? ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കും, ഇങ്ങനെയൊക്കെയല്ലേ തുടങ്ങുന്നത്. മിക്കവാറിപ്പോ ഒരു മാമന്റെ ശബ്ദം വരുവേ. എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അതൊന്നും സഹായിച്ചു തരുമോ? എന്താ കാര്യം? എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം, എനിക്കൊരു വോയിസ് ഇടൂ. അതെ രേവു, ഇത് കണ്ടോ? ഇതെങ്ങനെ അയക്കുന്നേ? ഓ ഇത്രേ ഉള്ളോ? എടാ മെസ്സേജ് ഒന്ന് എന്താ സുല്ലേ ഞാൻ പറയണ്ടേ? നിക്കി, ഒരു സാധനം കേൾപ്പിക്കാം. സുമി സുമി സുമിയുടെ ശബ്ദത്തിന് സംഗീതത്തിന്റെ സൗന്ദര്യമാണ് സുമിയുടെ കണ്ണുകൾ പോലെ. റൊമാൻസ് അറിയാത്തവനാണ് ഇങ്ങനെയാടാ. കഴിച്ചോ? ഇല്ല. അതെന്നാ കഴിക്കാത്തെ? വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ, ഇത്തിരി മീൻ ചാറ്. അമ്മ വിളിക്കുന്നു, വേം പോടാ. അമ്മ വിളിച്ചില്ലല്ലോ. ആരടത്? എന്റെ ഗേൾ ഫ്രണ്ട്. സപ്ലൈ അടിച്ചടക്കണം നിനക്കാ? പോടെ പാൽക്കുപ്പി പോയി പാല് കുടി. പോ അമ്മേ, ബ്രോക്കറെ വിളിക്കമ്മേ.